ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് പുത്തമ്പലിക്ക പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് നമ്മുടെ ഈ ഒരു സൈറ്റ്. നമ്മൾ വന്നേക്കുന്നത് വെസൽ പിടിപ്പിക്കാനാണ്. വെസൽ ഫിൽട്രേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. 13-14 എപ്പോഴും നമ്മൾ ചെയ്യുന്ന വെസൽ ഫിൽട്രേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ ഉപ്പിന്റെ സാന്നിധ്യവും അതേപോലെ തന്നെ ഹാർഡ്നെസ്, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അയണുണ്ട്, പിന്നെ സ്മെല്ലിയാണ് വാട്ടർ, പിന്നെ ഓയിലിന്റെ ഒരു കണ്ടന്റ്, ഓയിലും അതിങ്ങനെ ഫോം ചെയ്ത് കിടക്കും, പിന്നെ ആൽഗെ ഫോമിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കസ്റ്റമറെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറുടെ ഡിമാൻഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് അയണിന്റെ പ്രശ്നം മാറ്റണം, സ്മെല്ല് മാറ്റണം, ആൽഗയുടെ പ്രശ്നം മാറ്റണം, ഓയിൽ കണ്ടന്റ് മാറ്റണം. പിന്നെ ചെറിയ രീതിയിൽ ഉപ്പ് എന്ന് പറയുമ്പോൾ അത് ഓക്കെയാണ്, അതായത് ഹാർഡ്നെസിന്റെ പ്രശ്നമുണ്ട്, ഉപ്പിന്റെ പ്രശ്നമുണ്ട് ചെറിയ രീതിയിൽ. അപ്പൊ അത് കസ്റ്റമറുടെ ആവശ്യപ്രകാരം തൽക്കാലത്തേക്ക് അതൊരു കൺസേൺ അല്ല. കാരണം ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ഒരു 175 ആണ് കാണിക്കണം നിലവിൽ. TDS കണ്ടക്ടിവിറ്റിയും അറൗണ്ട് ഒരു 400 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. കസ്റ്റമർ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു മൾട്ടിമീഡിയ നമുക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് അത് മാറ്റിയെടുക്കാം. കുടിക്കാനും പാചകത്തിനായിട്ട് അടിയിൽ വേറെ പ്യൂരിഫയർ വെക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാവുന്ന ഒരു ഫിൽട്രേഷൻ സിസ്റ്റം ആണ് നമ്മളിടത്തേക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ അപ്സ്റ്റെയറിലാണ്, അതായത് 2 നിലയാണെങ്കിലും മേലെ നമുക്ക് ഷീറ്റ് വർക്ക് ചെയ്തേക്കാണ്. അപ്പൊ മേലെ നമ്മൾ എത്തിയിട്ടുണ്ട് ഓൾറെഡി. വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലവും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഭയം അതെ ഇവിടെയാണ് കേട്ടോ. അതായത് ഇവിടെ ഒരു സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പോൾ ഒരു ലോൺ ഏരിയ മാറിയാണ്. മേലെ ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് ടാങ്ക് ഇരിക്കുന്ന ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ടാങ്ക്, ക്യാപ്സ്യൂൾ ടൈപ്പ് ടാങ്ക് ആണ്. അപ്പോൾ ലൈനൊക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ വെസലിലേക്ക് പിടിച്ചു കൊടുക്കുക. വെസലിന്റെ ഔട്ടിൽ നമുക്ക് ഒരു പ്രീ ഫിൽറ്റർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അഡീഷണൽ ഒരു ജംബോ 20 ഇഞ്ചിന്റെ ഒരു ജംബോ ഫിൽറ്റർ, സ്പൺ ഫിൽട്രേഷൻ കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലായിടത്തും പ്രഷർ പമ്പ് വെക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ പ്രഷർ പമ്പ് വെക്കുമ്പോൾ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ്, നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസോ അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ തന്നെ, മെറ്റീരിയൽ നമ്മളിപ്പോൾ അങ്ങനെ ഓവറായിട്ട് നമ്മൾ കയറ്റുന്നില്ലെങ്കിലും മെറ്റീരിയൽ ചിലപ്പോൾ ഈ പ്രഷറിന്റെ ഇതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും എസ്കേപ്പ് ആയിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അകത്ത് വെച്ചിരിക്കുന്നതൊക്കെ സാനിറ്ററി ഐറ്റംസ് എല്ലാം ജാഗ്വാർ അങ്ങനെ ഉള്ള കമ്പനികളുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പോയി ലോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രഷറൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ പ്രഷർ പമ്പ് ഉള്ളതിന്റെ പേരിൽ നമ്മൾ അഡീഷണൽ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു പ്രീ ഫിൽറ്റർ, ഒരു ജംബോ 20 ഇഞ്ചിന്റെ ജംബോ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫിൽട്രേഷന്റെ ഔട്ടിലായിരിക്കുള്ളത് കൊടുക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നവരെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബയ പിന്നെ ഒരു കാര്യം, നമ്മുടെ വെല്ല് കാണിച്ചു തരാം. എന്താ അടുത്തോട്ടൊന്നു പോവാം. നമ്മുടെ വെല്ലെന്ന് പറയുമ്പോൾ ഇത് കാണുന്നതാണ് ഓപ്പൺ വെല്ലാണ്. അത് ഞാൻ അടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. അതിപ്പോൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇതിൽ നിന്ന് വെള്ളം നമുക്ക് അകത്തേക്ക് എടുക്കാനായിട്ട്. നമ്മുടെ കിണറിന്റെ അവസ്ഥ ഇതാണ് കേട്ടോ. പച്ച കളറാണ് നമ്മുടെ വെള്ളത്തിന്, മൊത്തം ആൽഗി ഫോം ആയിക്കാണ്. അപ്പൊ ടർബിഡായി കിടക്കുന്ന വെള്ളം. അപ്പൊ ഇതൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യതയുണ്ട്. ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് വെല്ലിന്റെ അവസ്ഥ.
അപ്പോൾ കൂട്ടുകാരൻ നമ്മുടെ അതേ വർക്ക് കഴിഞ്ഞു കേട്ടോ. വെസൽ ഫിൽട്രേഷൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ മീഡിയെല്ലാം നിറച്ചിട്ട് പ്ലംബിങ്ങിൻ്റെ ലൈനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് അടുത്തത് ഇതിനെ ബാക്ക് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്ത് ചാർജ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3/4 ടാങ്കോളം വെള്ളം ഇതിനകത്തുണ്ട്. വെല്ലിന്നുള്ളത് നമുക്ക് അടിച്ച് കയറ്റി തുടങ്ങിയിട്ടില്ല, കാരണം അതിൻ്റെ വർക്ക് നടക്കണുള്ളൂ. വെല്ലിന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട്, ക്ലോറിനേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് ലൈനിൽ കൂടി വരുന്ന വെള്ളമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഉള്ള വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലൈനപ്പ് ചെയ്യാം. ഓൾറെഡി ഇവിടെ ബാക്ക് വാഷ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് കയറുന്ന ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഗ്രാവിറ്റിയിലാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് നേരിട്ട് വന്ന് ഇതിലേക്ക് കയറി അതിൽ നിന്നും ഫിൽട്രേഷനായി ജംബോ ഫിൽറ്റർ വഴി നേരെ അടിയിലത്തെ വാൽവിലേക്ക് കണക്ട് ആയിരിക്കണം. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ വർക്ക് കഴിഞ്ഞത് നമ്മളിത് ചാർജ് ചെയ്യാനുള്ള ഒരു പൊസിഷനിലേക്ക് സ്റ്റാൻഡ് ബൈ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മളിപ്പോൾ ചാർജ് ചെയ്യാത്തതിൻ്റെ കാരണം അടിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഹൗസ് വാമിങ് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പ്ലംബിങ്ങിൻ്റെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. സാനിറ്ററി ഐറ്റംസ് ഒക്കെ പിടിപ്പിക്കാനായിട്ട് ബാലൻസ് ആണ്. അപ്പോൾ ലൈൻ താഴത്തേക്ക് ചാർജ് ചെയ്യേണ്ടെന്നാണ് നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ നമ്മളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ പ്രീ ഫിൽറ്ററും ആഡ് ചെയ്തു. ബാക്ക് വാഷ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കൂടി നമ്മൾ ബാക്ക് വാഷ് ചെയ്ത് റെഡിയാക്കി വെക്കും. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഗ്രാവിറ്റിയിൽ നമ്മൾ ഇതിലേക്ക് വന്ന് ഇവിടെ ഫിൽട്രേഷനായി വീണ്ടും ഒരു അഡീഷണൽ ഒരു പ്രീ ഫിൽറ്റർ കൊടുത്തിട്ടാണ് പിന്നെ നമുക്ക് ലൈനിലേക്ക് ചാർജ് ചെയ്യാവുന്ന രീതിയിൽ റെഡിയാക്കി വെച്ചാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടും. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ബൈ.